ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഊട്ടി ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ച്. ഞങ്ങളങ്ങനെ ഈവനിങ് ഒരു 6:15 ആകുമ്പോഴേക്കും റൂം എത്തി. പിന്നെ റൂമിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഈ റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 പേര്, ഞങ്ങൾ 7 പേരാട്ടോ വന്നത്. ഞങ്ങൾക്ക് 7 പേർക്ക് സുഖമായിട്ട് ഈ റൂമിൽ അവർ 2 റൂം വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു റൂമിലേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എക്സ്ട്രാ ഒരു ബെഡ് മേടിച്ചിട്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതിൽ സ്റ്റേ ചെയ്ത്. ഈ റൂമിൻ്റെ റേറ്റ് വരുന്നത് 2000 രൂപയുണ്ട്. ഞങ്ങൾക്ക് 7 പേർക്ക് 2000 രൂപയാണ്. ഒരാൾക്ക് നമുക്ക് പെർ ഹെഡ് വരുന്നത് 280 രൂപ വരുന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ നമുക്ക് മോർണിംഗ് ചായ, ഈവനിങ് ചായ എല്ലാം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റൂമിൽ നിന്നാൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഞാൻ 4 പ്രാവശ്യം ഊട്ടിയിൽ വന്ന് റൂം എടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് റൂം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ സർവീസിൻ്റെ കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റും, അത്രയും നല്ല സർവീസായിരുന്നു. ഞാൻ മുമ്പ് എടുത്ത റൂമിലൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്യാഷ് മേടിച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് ചുടുവെള്ളം ഇല്ല എന്ന് പറഞ്ഞാലും തിരിഞ്ഞ് നോക്കൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓരോ നിമിഷം നമ്മൾ വിളിച്ച ആ സ്പോട്ടിൽ അവർ റൂമിലേക്ക് എത്തും കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ അടുത്തൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു ക്യാരറ്റ് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 6:30 വരെ ഉള്ളൂ. ഈ കാഴ്ചയൊക്കെ നമുക്ക് റൂമിൽ നിന്ന് ഒരു 2 മിനിറ്റ് ദൂരേ ഉള്ളൂ കേട്ടോ. അത് കാബേജ് തോട്ടം, ക്യാരറ്റ് തോട്ടം, ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഫോഗ് നല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി. നൈറ്റ് ഞങ്ങൾക്ക് അൽഫാം ചൂടാണ്ടായിരുന്നു, അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. പിന്നെ നൈറ്റ് ആയപ്പോൾ അവർ തന്നെ നമുക്ക് ചിക്കനും കാര്യങ്ങളെല്ലാം വാങ്ങി എല്ലാം സെറ്റാക്കി. പിന്നെ ഞങ്ങളോട് ചുടണം എന്നായിരുന്നു ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ തന്നെ വന്ന് തീയൊക്കെ പിടിപ്പിച്ച് എല്ലാം റെഡിയാക്കി തന്നു കേട്ടോ. കാരണം അവിടുത്തെ തണുപ്പിൽ നമുക്ക് തീ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. അവർ തന്നെ വന്ന് എല്ലാം ചെയ്തു തന്നു കേട്ടോ. നമ്മൾ കൂടെ നിന്ന് നല്ലൊരു വൈബായിരുന്നു. എനിക്ക് ആ റൂമിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെൻറ്റ് ഇതായിരുന്നു. ഊട്ടി പോയ തൊട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെൻറ്റ് ഇതായിരുന്നു. കാരണം ഫാമിലി എല്ലാവരും കൂടി ഒരു അൽഫാം ചൂടൽ, കളിയും ചിരിയും തമാശയും അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷം അവർ തന്നെ നമുക്ക് കുറച്ച് മാഗി ഉണ്ടാക്കി തന്നിരുന്നു. ആ തണുപ്പത്ത് ആ മാഗി കഴിക്കാൻ നല്ല ഒരു ഫീലായിരുന്നു കേട്ടോ. ഈ ഒരു റേറ്റിനും ഇങ്ങനെ ഒരു സർവീസുമായിട്ട് നിങ്ങൾക്ക് ഊട്ടിയിൽ വേറെ റൂം കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇത്രയും റേറ്റ് കുറവിനും ഈ ഒരു സർവീസും വേറെ എവിടെയും കിട്ടില്ല. ഈ റൂം ബുക്ക് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ സ്ക്രീനിലും കൊടുക്കാം നമ്പർ. അപ്പോൾ ഊട്ടി വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റൂം. പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ശരിക്കും ഈ അൽഫാമിൻ്റെ ഈ തീൻ്റെ ചൂടും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ തന്നെ കഴിയില്ല കേട്ടോ, അത്രയ്ക്കും തണുപ്പായിരുന്നു. പിന്നെ ഇതിന് വേണ്ട ചിക്കനും മാഗി അതൊക്കെ ഞങ്ങൾ തന്നെ കേട്ടോ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് ഉണ്ടാക്കി തന്നു, പ്രിപ്പയർ ചെയ്ത് തന്നു എന്നല്ലാതെ മാഗി തൊട്ടടുത്തൊരു കട ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് മാഗിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവർക്ക് കൊടുക്കുക ചെയ്തത്. പിന്നെ എല്ലാം സെറ്റാക്കി അവർ തന്നെ എൻ്റെ റൂമിലൊക്കെ എത്തിച്ച് തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.